ദേശീയ അവാർഡ് നേട്ടത്തിൽ തിളങ്ങി ഫാസിൽ മുഹമ്മദ് ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. അഭിനയത്തിനും സംവിധാനത്തിനുമായി 3 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ചിത്രം ഇപ്പോൾ മികച്ച മലയാള ചിത്രമെന്ന ദേശീയ പുരസ്കാരവും നേടിയിരിക്കുകയാണ്. ദേശീയ പുരസ്കാര നേട്ടത്തിൽ സന്തോഷമുണ്ടെന്ന് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് അക്ബർ ന്യൂസിനോട് പറഞ്ഞു. ദേശീയ പുരസ്കാരം ആഗ്രഹിച്ചിരുന്നുവെന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ഫാസിൽ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഫാത്തിമക്ക് വീണ്ടും ഇപ്പോൾ ദേശീയ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എന്താ പറയുക, ആദ്യമായിട്ട് സിനിമ ചെയ്തൊരു സംവിധാന രീതിയിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് പടം നമ്മൾ പ്രീമിയർ ചെയ്തത് IFFKയിലാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇതിപ്പോൾ നാഷണൽ അവാർഡ് എത്തിയ ബെസ്റ്റ് മലയാളം സിനിമയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ പൊന്നാനിയിൽ നിന്ന് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഇവിടുത്തെ ആളുകൾ തന്നെയാണ് കൂടുതലായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ സന്തോഷമാണ്. മലയാള സിനിമ ആരെങ്കിലും വിളിച്ചിരുന്നോ അവാർഡ് കിട്ടിയ? നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആളുകളൊക്കെ വിളിക്കലും സംസാരിക്കലും വിശ്വാസമൊക്കെ അറിയിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ അവാർഡ്? അവാർഡ് പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്ത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് സമയത്ത് 3 അവാർഡുകൾ നമുക്ക് കിട്ടിയത് സ്റ്റേറ്റ് അവാർഡിൽ. ആ സമയത്ത് തന്നെ നാഷണൽ അവാർഡും കൂടി കിട്ടിക്കഴിഞ്ഞ് എൻ്റെ ഷെൽഫ് ഫുള്ളാവുന്നതാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഒരു അവാർഡ് കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബെസ്റ്റ് മലയാള സിനിമ ആയിട്ട് തന്നെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയ ട്യൂഷൻ വീടിന്റെ സംവിധായകനായ ഫാസിൽ മുഹമ്മദിന്റെ ആദ്യ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. തന്റെ വീട്ടിലെ ഒരു നുറുങ്ങ് സംഭവത്തെ കാലിക പ്രസക്തിയുള്ള സംഭവങ്ങളുമായി കൂട്ടിയിണക്കിയാണ് ഫാസിൽ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലേക്ക് എത്തിയത്. പൊന്നാനി തീരദേശ മേഖലയിൽ ചിത്രീകരിച്ച പൊന്നാനിക്കാരന്റെ സിനിമയിൽ പുതുമുഖങ്ങൾ ഉൾപ്പെടെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2013 കേരള ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് നേടിയ 1001 നുണകളിൽ മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷംല ഹംസയാണ് ഫാത്തിമയായി വേഷമിട്ടത്.